ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എടപ്പള്ളിയിലുള്ള ലുലു മാരിയറ്റിലാട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഓർക്കിഡാണത്. എനിക്ക് തോന്നുന്നു ഇവർ സ്ഥിരം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണേന്ന്. ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പിയാനോ ഇരിപ്പുണ്ട്, അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അത് പ്ലേ ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് തൊടാനേ പോയില്ല. ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ പിയാനോ അല്ലേ. പിന്നെ ഈ ഫ്ലോറിൽ ദഹങ്ങറ്റത്തായിട്ട് റിസപ്ഷൻ കാണാം. പിന്നെ വാഷ് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹോളും ഉണ്ട് കേട്ടോ ഈ ഫ്ലോറിൽ. പിന്നെ ഈ ക്ലോക്ക് യൂസഫ് അലി മാരിയേറ്റിന് പ്രസൻറ്റ് ചെയ്ത ക്ലോക്കാട്ടോ. ഈ ക്ലോക്കിനെ ശരിക്കും പറയുന്നത് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്നാണ്. ആ ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റുള്ള ക്ലോക്കാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത് ഹിബസ്കസ് ടീ ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഐസൊക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു. പിന്നെ ഇവിടെയും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂം 16th ഫ്ലോറിലാണ്, പക്ഷെ കൗണ്ട് ചെയ്ത് നോക്കുമ്പം 16th ഫ്ലോറല്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 16th ഫ്ലോറിലെത്തി. ഞങ്ങൾ കോറിഡോറിൽ കൂടെ റൂമിലേക്ക് പോവാണ്. കാർപ്പറ്റൊക്കെ വിരിച്ച് എല്ലാം 5 സ്റ്റാർ ഹോട്ടലിലെ പോലെ കാർപ്പറ്റൊക്കെ തന്നെ. ഇനി നമുക്ക് റൂം കാണാം. അപ്പം ഞങ്ങളുടെ റൂം നമ്പർ 1604 ആണ്. അപ്പം നമുക്ക് ബെല്ലടിക്കാം. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കബോർഡാണ്. ടേബിളൊക്കെ ഉണ്ട്, അത്യാവശ്യം സ്പേസസ് ആട്ടോ. ലോക്കർ ടൗണിലൊക്കെ ഉണ്ട്. ഇനി അവിടുന്ന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ വാഷ്റൂമാണ്. കയറുമ്പോൾ തന്നെ വലിയ മിററുണ്ട്. ഇവിടെ എല്ലാം സ്വിച്ചാട്ടോ, എല്ലാത്തിനും സ്വിച്ചാണ്. സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ ടോയ്ലറ്റ് എല്ലാം കിഡ്സ് ഉണ്ട്. മിറർ ഉണ്ട്, ടവൽസ്, സോപ്പ് ഉണ്ട്. ഇനി നമ്മൾ വാഷിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, ബാത്ത് ഏരിയ ആണ്. അവിടെ ഇരിക്കാനായിട്ട് കണ്ടോ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് റൂമിലേക്കാണ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, കോഫി ഉണ്ടാക്കാൻ ഗ്ലാസ് ഒക്കെ ഉണ്ട്, വാട്ടർ ഉണ്ട്, വേസ്റ്റ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഇപ്പുറത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രോയർ ഉണ്ട്, അതിൽ കാഷ്യൂനട്ട്, ആൽമണ്ട് ഒക്കെ ഉണ്ട്. മെനു ഉണ്ട്, മിനി ബാർ മെനു ആണ്. ഇതാണ്, ഇത് ബെഡാണ്. പിന്നെ ടി വി, ഒരു ടേബിൾ, എല്ലാം സ്വിച്ചാട്ടോ. സ്വിച്ച് ഇട്ടാൽ കർട്ടൻ ക്ലോസ് ആവും. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. ഇനി ഇതാണ് ഇവിടുത്തെ വ്യൂ ലുലു. ഇവിടുത്തെ പൂള് കൺസ്ട്രക്ഷൻ നടക്കണോണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പൂള് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതിന് പകരം ഇവർ ലേ മെറിഡിയനിലെ പൂള് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും കേട്ടോ. എനിക്ക് മനസ്സിലായത് ലേ മെറിഡിയനും മാരിയേറ്റ് വാങ്ങി എന്നുള്ളതിലാണ്. കാരണം ഇവർ പറഞ്ഞത് നമ്മുടെ തന്നെയാണല്ലോ ആ ഹോട്ടലും എന്നുള്ളതിലാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴും ലേ മെറിഡിയൻ്റെ അവിടെ മാരിയേറ്റിൻ്റെ ബോർഡും കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂസഫ് അലി വാങ്ങിയെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി മെറിഡിയനിൽ പോവാം. അപ്പം ഇതാണ് ലേ മെറിഡിയൻ. മാരിയേറ്റ് പോലെ അല്ല കേട്ടോ, ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്. മറ്റിടത്ത് റൂം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറേ ഡെക്കോർ ഐറ്റംസും കണ്ടോ. ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ, മാരിയേറ്റിലെ പോലത്തെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആണ് ലേ മെറിഡിയനിലുള്ളത്. പിന്നെ ഇവിടെ കുറേ ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ട്, ആൻറ്റിക് ഐറ്റംസ് ആട്ടോ ഇത് മൊത്തം. പിന്നെ ഞങ്ങളിവിടെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരിനെ കണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും എടുത്തില്ല,
പക്ഷെ അങ്ങേരെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അതേപോലെ തന്നെ ഷെഫ് പിള്ളേനെയും ഞങ്ങൾ കണ്ടു കേട്ടോ. ആളുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആൾ മിക്കപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, കുറേ ഡെക്കോർ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലേ മെറിഡിയൻ്റെ അകത്ത് നിന്നുള്ളിട്ടുള്ള വ്യൂ. എങ്ങനെയുണ്ട്? കൊള്ളല്ലേ? സൂപ്പറല്ലേ? പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ആ വിളക്കിലെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തപ്പോൾ ആ വിളക്കിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലേ മെറിഡിയനിൽ വന്നതും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കുറേ നേരം പോസ്റ്റായിട്ടിരുന്നു. പക്ഷെ മഴയായതുകൊണ്ടൊന്നും പിള്ളേർക്ക് അതൊന്നും പ്രശ്നമില്ല. അവർ ഫുൾ ടൈം പൂളിൽ തന്നെയായിരുന്നു. പിന്നെ വേറെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മഴയത്ത് കയറിപ്പോയി. ഇവർ മാത്രം പൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. പിന്നെ ഞങ്ങൾക്ക് 7 മണി വരെ പൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആമയ്ക്ക് പാർക്കിൽ പോകണമെന്നും പറഞ്ഞ് പാർക്കിൽ പോയി. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ആൾ വീണ് കയ്യിൽ ചെളിയായിട്ട് വന്നതാണ്. ഞാൻ സാരമില്ല എന്ന് പറഞ്ഞു, എന്തായാലും കുളിക്കാൻ പോവാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആൾ പാർക്കിലും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഞാൻ ഫാസ്റ്റ് അടിച്ചിട്ടാട്ടോ കാട്ടണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചു പോകും. പാർക്കൊക്കെ എന്തോന്നും. പിന്നെ ഒരു കുട്ടി പാർക്കാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിൽ പോയി. അവിടെ കുറച്ച് നേരം കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീണ്ടും മാരിയറ്റിലോട്ട് വന്നത്. ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂമായിരുന്നത്. അവിടെ നിന്നൊരു ഈവനിങ് വാക്ക് പോലെ നടന്നിട്ടാട്ടോ ഹോട്ടലിലോട്ട് പോയത്. അപ്പോൾ അവിടെ ഒരു ഡിഫൻഡർ കണ്ടത്, അത് കാണണതും. പിന്നെ അവിടെ കുറേ വലിയ വലിയ കാറുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഹോട്ടൽസിലൊക്കെ വലിയ വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ആൾക്കാർ വരുമ്പോൾ വലിയ കാറുകൾ കാണാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, കള്ള് ഷാപ്പ് എന്ന് അങ്ങനെ എന്തോ പേരായിരുന്നു. കള്ളൊക്കെ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ കള്ളൊന്നുമല്ല, പക്ഷേ കള്ളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോയി കിടന്നുറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ലുലുവിൻ്റെ ഹെഡ് ഓഫീസ് കണ്ടു. അപ്പോൾ അതൊന്ന് കാട്ടാമെന്ന് വിചാരിച്ചു. ഹെഡ് ഓഫീസ് ലുലുവിൻ്റെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. രാത്രി ആയപ്പോഴാണ് കണ്ട് മനസ്സിലായത്. അപ്പോൾ ഇതാണ് റൂമിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഉറങ്ങി കഴിഞ്ഞിട്ട് നാളെ കാണാം. ബായ്.